പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് പ്രക്ഷോഭിതമായ സംവിധാനമുണ്ടെന്ന് മാദനി. അതാണ് നീതി ലഭിക്കാൻ തനിക്ക് തുണയായത്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷങ്ങൾക്ക് മാദനി നന്ദി പറഞ്ഞു. മദനിയുടെ മകന്റെ വിവാഹം തലശ്ശേരിയിൽ നടന്നു. ജോഷില ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജോഷില, വലിയ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് മകന്റെ കല്യാണത്തിന് പങ്കെടുക്കാനായി അദ്ദേഹത്തിന് എത്താൻ പറ്റിയത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ പറഞ്ഞത്? സൗമ്യ, PDP ചെയർമാൻ മദനിയുടെ മകന്റെ ഉമർ മുഖ്താറിന്റെ വിവാഹം 12 മണിക്ക് നടന്നു. അഴിയൂരിലെ ഇല്ലാസിന്റെ മകൾ നിഹ്മത്തായിരുന്നു വധു. എന്തായാലും മദനി ഒരു വലിയ പ്രതിസന്ധിയെ മറികടന്നുകൊണ്ട് മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് മദനി നന്ദി അറിയിച്ചു. വിളക്ക് കത്തേണ്ടിടത്ത് കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. എന്നാൽ ആ സമയത്ത് തന്നെ രാജ്യത്തിന്റെ ചില കേന്ദ്രങ്ങളിൽ ശോഭിപ്പിക്കുന്ന ചിലതുണ്ട്. അതാണ് തനിക്ക് തുണയായത്. സുപ്രീം കോടതി വിധിയെ താൻ ബഹുമാനിക്കുന്നു, അംഗീകരിക്കുന്നു, നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വിവാഹ മണ്ഡപത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. തന്നോട് തനിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവർക്കും അതുപോലെ കേരളത്തിലെ ഗവൺമെന്റിനും പ്രതിപക്ഷത്തിനും അടക്കം അദ്ദേഹം നന്ദി അറിയിച്ചു. തന്നോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച PDPയുടെ നേതാക്കൾക്കും അതുപോലെ തന്നെ മറ്റ് സാംസ്കാരിക രംഗത്തെ പ്രമുഖർക്കും കേരള ജനതയ്ക്കുമാകെ നന്ദി പറഞ്ഞു മദനി വിവാഹ മണ്ഡപത്തിൽ കയറി അല്പസമയത്തിനകം വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. സമസ്ത EK വിഭാഗം പ്രസിഡന്റ് ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുഖ്യ കാർമ്മികത്വത്തിലാണ് വിവാഹ കർമ്മങ്ങളൊക്കെ തന്നെ നടന്നത്. കേരളത്തിലെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ചടങ്ങിൽ സംബന്ധിച്ചു. CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ തുടങ്ങിയവരുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ രംഗത്തെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജാതി മത ഭേദമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്ത ഒരു ചടങ്ങായിരുന്നു മദനിയുടെ മകന്റെ വിവാഹ ചടങ്ങ്. ജോഷ്ലിയാണ് വിവരങ്ങൾ നൽകിയത്.